പ്രന്തു ഒരു രാഷ്ട്രീയ കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, പ്രധാനമന്ത്രിയാകാൻ ഇനി ആരാണ് യോഗ്യൻ? NDA ആണ് വരുന്നതെങ്കിൽ 14 സീറ്റുകളിലെ നിതീഷ് കുമാർ ആണെന്നൊക്കെ കേൾക്കുന്നു. ആരാണ് പ്രധാനമന്ത്രിയാകാൻ യോഗ്യൻ? ഈ 10 വർഷത്തെ വലിയ തള്ളൊക്കെ കേട്ട ജനതയോട് ഒന്ന് പറയൂ പ്രന്തു. പ്രധാനമന്ത്രി ആരാണ് ഇന്ത്യ വന്നു കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദി തന്നെ എന്നുള്ള കാര്യത്തിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കളിയാക്കലിന്റെ ഒരു ധ്വനിയിൽ കളിയാക്കിയല്ല, അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കേവലം നിന്നൊക്കെ കേട്ടതാണ്, ആധികാരികമാണോ അറിയില്ല എനിക്ക്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കണ്ടത് BJPയുടെ 400 സീറ്റാ. ആ 400 സീറ്റിന്റെ മൈനസിലാണ് നിങ്ങൾ ഒന്ന് ചിന്തിക്കുന്നത്. നിങ്ങൾ ഞങ്ങള് കണ്ടതല്ല, നാഴികയ്ക്ക് 40 വട്ടം അത് പറഞ്ഞത് ആരാ? ഏറ്റവും ഒടുവിൽ പ്രവചനങ്ങളിലൂടെ പോലും പറയിപ്പിച്ചത് ആരാ? ഞങ്ങൾക്ക് കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ ന്യായം. ഇന്ത്യ മഹാരാജ്യത്ത് ഭൂരിപക്ഷത്തിന്റെ നരേന്ദ്രമോദി കേവല ഭൂരിപക്ഷം ഇല്ല, BJP കേവല ഭൂരിപക്ഷം ഇല്ല, കേവല ഭൂരിപക്ഷം BJPക്കില്ല, NDA ക്കുണ്ടല്ലോ സാർ. പക്ഷെ അതിലെ പാർട്ടികൾക്ക് കൂറുമാറ്റ നിരോധന നിയമവും ബാധകമല്ല. നിങ്ങൾ പിടിച്ചതുപോലെ അവർക്ക് ഇന്ത്യ മുന്നണിക്കും പിടിക്കാം അവരെ. അല്ല അത് നോക്കട്ടെ, അങ്ങനെ അവരെ കൊണ്ട് നടക്കുന്ന കാര്യമാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് അത്രമാത്രം നടക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. അങ്ങനെ അത്രമാത്രം കേമന്മാരുണ്ടെങ്കിൽ അതിന് കേമത്വം ഇന്ത്യ മുന്നണിയിൽ ആർക്കും ഇല്ല. അല്ല അതെ, അപ്പൊ ജനങ്ങൾ ഞങ്ങൾക്ക് 290+ തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച ആശയങ്ങൾക്കും ഞങ്ങൾ എന്തൊക്കെയാണോ പറഞ്ഞത് അതിനുള്ള അംഗീകാരമാണ്. ആ അംഗീകാരത്തിന് താഴോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയാനൊക്കെ, ചിന്തിക്കാനും നിങ്ങൾക്ക് കളിയാക്കാനും ഒക്കെയുള്ള അവസരമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യ മഹാരാജ്യത്തിലെ ഞാൻ പരിഹസിച്ചല്ലെന്നേ, നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? നേരത്തെ പറഞ്ഞിരുന്നത് മോദിയാണ്. ഇപ്പോൾ 14 സീറ്റുകളുള്ള നിതീഷ് കുമാർ ആണെന്ന് കേൾക്കുന്നു. നിങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന് ഉയർന്നതാണ്. ഇനിയിപ്പോ കേവല ഭൂരിപക്ഷം BJPക്ക് ഒറ്റയ്ക്കില്ലാത്തത് കൊണ്ട് അങ്ങനെയൊക്കെയുള്ള തന്ത്രങ്ങളിലേക്ക് പോകുമോ എന്നറിയാനുള്ള രാഷ്ട്രീയ കുതികത്വമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചും പറയാലോ. അപ്പൊ 2 സീറ്റുള്ള ET മുഹമ്മദ് ബഷീറും മറ്റേ സമദാനിയും ജയിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ സമദാനിയാണ് അടുത്ത UPA സർക്കാരിന്റെ പ്രധാനമന്ത്രി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചും പറയാം. അങ്ങനെയാണെങ്കിൽ ഓരോ മാസത്തിലും ഓരോ ദിവസത്തിലും ഇങ്ങനെ പ്രധാനമന്ത്രിമാരെ ഉണ്ടാക്കി കൊണ്ടുവരുമല്ലോ. ഇപ്പൊ ഈ പറയുന്ന ടീമാണ് വരുന്നതെങ്കിൽ. അപ്പോ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നിൽക്കട്ടെ. അപ്പൊ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ പറയുന്ന മാതിരിയുള്ള യാതൊരു ട്രെൻഡും കോൺഗ്രസിന് അനുകൂലമായി സംഭവിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, 10 വർഷമായി ഒരു രാജ്യത്ത് ഒരു സംവിധാനം ഭരിക്കുന്നു. കഴിഞ്ഞ രണ്ടാം ഘട്ടത്തിൽ മോഡിയുടെ 2ാം വരവിൽ BJPയുടെ മാക്സിമം സീറ്റ് BJP നേടിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, അത് UP ആയിക്കോട്ടെ, മധ്യപ്രദേശ് ആയിക്കോട്ടെ, രാജസ്ഥാൻ ആയിക്കോട്ടെ. സ്വാഭാവികമായിട്ടും ഞങ്ങൾ കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണമുണ്ട്. ഉത്തരേന്ത്യയിൽ നമുക്ക് ഹിന്ദി ഹൃദയ ഭൂമിയിൽ സീറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ BJP അടുത്ത സീറ്റ് നേടിക്കൊണ്ട് എങ്ങനെ ബാലൻസ് ചെയ്ത് ഭരണം പിടിക്കുമെന്നുള്ള സ്ട്രാറ്റജി ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ സ്ട്രാറ്റജി ഞങ്ങൾ വിജയിച്ചു. കർണാടക, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഈ ട്രെൻഡ് ഉണ്ടെങ്കിൽ എന്താ ഈ കോൺഗ്രസ് തൂത്തുവാരാഞ്ഞത്? അവിടെ കോൺഗ്രസിന് എത്ര സീറ്റാണുള്ളത്? നിങ്ങൾ നോക്കണം, കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നിരിക്കുന്നു. ഇടത് വലത് മുന്നണികൾ എല്ലാ കാലഘട്ടത്തിലും ആ പരിപ്പോടെ വേവില്ല എന്ന് പറയുന്ന കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നിരിക്കുന്നു. 70,000 വോട്ടിൽ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നു താമര ചിഹ്നത്തിൽ. നിങ്ങൾ അതെന്താ കാണാത്തത്? ഇനി നിങ്ങൾ ആന്ധ്രയിലേക്ക് നോക്കൂ, തെലങ്കാനയിലേക്ക് നോക്കൂ. അപ്പൊ സൗത്ത് ഇന്ത്യയിലേക്ക് കൂടി വേരോട്ടമുള്ള സീറ്റുകളുള്ള പാർട്ടിയായിട്ട് BJP മാറിക്കഴിഞ്ഞിരിക്കുന്നു. നോർത്ത് ഈസ്റ്റ് മേഖലയിൽ BJPക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടിരിക്കുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ബംഗാളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെയുള്ള സ്വാഭാവികമായിട്ട് പഴയതുപോലെ CPM ഒന്നും കൂടി അവിടെ ശക്തി പ്രാപിച്ചപ്പോൾ ബംഗാളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച സീറ്റ് കിട്ടിയില്ല. പക്ഷെ ബാക്കിയെല്ലാ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള ഞങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ചുള്ള ഞങ്ങളുടെ സ്ട്രാറ്റജികളൊക്കെ കൃത്യമായിട്ട് വിജയിച്ചിട്ടുണ്ട്. ഇപ്പോഴും കേവല ഭൂരിപക്ഷം സീറ്റ് കൂടിയിട്ടില്ല. സാർ ഞാനൊരിക്കട്ടെ, ഒരു തെരഞ്ഞെടുപ്പ് ആവുന്ന സമയത്ത് സ്വാഭാവികമാണല്ലോ ഇതൊക്കെ തന്നെ. ഇപ്പൊ അത് പറഞ്ഞാൽ മതി പിന്നെ തർക്കമില്ല. അല്ല അത് സ്വാഭാവികമല്ലേ. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും ഭരണം നഷ്ടപ്പെട്ടില്ല സാർ. നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ മാത്രമാണ് 3ാം ടൈം വന്നിട്ടുള്ളത്. അത് പ്രതിപക്ഷമേ ഇല്ല. അന്ന് പ്രതിപക്ഷമേ ഇല്ലാത്ത സാഹചര്യത്തിലാണ് നെഹ്റു 3ാം തവണയും വന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നോക്കൂ, നിങ്ങൾ കാശ്മീർ മുതൽ കേരളത്തിന്റെ ഈ ചെറുകിടതും വലുതുമായിട്ടുള്ള ജാതി മത വർഗീയവാദ സംഘടനകളെ മുഴുവൻ BJPയോ ജാതി മത വർഗീയ ശക്തി, അതായത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും 2ാം ഘട്ടം മുതൽ പരസ്യമായി രാജ്യത്ത് വർഗീയത പറഞ്ഞു. മുജ്ര ഡാൻസ്, അതായത് ഈ മുഗളന്മാരുടെ കാലത്തുള്ള ഡാൻസിനെ പോലും
വർഗീയവൽക്കരിച്ചുകൊണ്ട് എന്ത് അവതരിപ്പിച്ചു. ഞാനൊക്കെ വർഗീയതയാണ്? ഞെട്ടിപ്പോയി. ഒരു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇങ്ങനെയൊക്കെ പറയുമോ എന്ന്. ബി ജെ പി നേതാവിന് പറയാം, നദ്ദയ്ക്ക് പറയാം. ഒരിക്കലുമില്ല. ഇവിടെ സി എയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ മഹാരാജ്യത്തെ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളെ പോലും ബാധിക്കാത്ത സി എയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇലക്ഷന് മുതൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇവിടെ വർഗീയത പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് നടത്തിയതാരാണ്? കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും അല്ലേ? അതിനപ്പുറത്ത് മോദി പറഞ്ഞത് എന്താ? മോദി കൃത്യമായി സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്തു. ആ സ്ട്രാറ്റജി എന്താണ്? ബി ജെ പിയുടെ അടിസ്ഥാന വോട്ടായിട്ടുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ സംവരണത്തെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സ്വത്തിനെ എടുത്തുകൊണ്ട് ഏതെങ്കിലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വിഭാഗത്തിന് കൊടുക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ പോളിസിയാണ് ചോദ്യം ചെയ്തത്. മണിപ്പൂരിൽ അല്ല, മണിപ്പൂർ നിങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, ഈ കുംകികളും മേത്തികളും തമ്മിലുള്ള കലാപത്തിന് 100 വർഷത്തെ പഴക്കമുണ്ട് സാർ. അവിടെ BJP വരാൻ തുടങ്ങിയിട്ട് 15 വർഷമേ ആയിട്ടുള്ളൂ. കുംകികളും മേത്തികളും ബ്രിട്ടീഷ് ഈ 15 വർഷവും ഈ ഭരണമുള്ള 10 വർഷവും ഇത്രയേറെ കലാപം നടന്നിട്ടും വിദേശ രാജ്യങ്ങളിലൊക്കെ സന്ദർശിച്ച മോഡി ഒരു വാക്ക് അവിടെ പോയി പറഞ്ഞോ? ആശ്വസിപ്പിച്ചോ? ഇതൊക്കെ ജനം കാണുകയാണ്. പൃഥു, എത്ര നാളാണ് ജനത്തിന്റെ വായ ഇങ്ങനെ മൂടിക്കെട്ടാനാകുന്നത്? ഞാൻ ചോദിക്കും, ഒരു സ്ഥലത്ത് കലാപത്തിന്റെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും പക്ഷത്തിന്റെ ആളാണെന്ന് നിങ്ങൾ പറഞ്ഞു വരുത്തുന്ന മോഡി അവിടെ പോയി കഴിഞ്ഞാൽ സമാധാനമാണോ ഉണ്ടാവുക? അതേ സമയത്ത് അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിനകത്ത് മണിപ്പൂരിന്റെ സംഭവങ്ങളെ കൃത്യമായിട്ട് അദ്ദേഹം അപലപിച്ചില്ലേ? അതിന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞില്ല. അവിടുത്തെ അമ്മമാരോട് അദ്ദേഹം പരസ്യമായിട്ട് അദ്ദേഹം മാപ്പ് പറഞ്ഞല്ലോ. അങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കലാപം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയുടെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ പോയിട്ട്